ഹലോ, ഈ വീഡിയോ കാണുന്നുണ്ടോ? ആ ഹസ്കികളുടെ കൂട്ടത്തിലുള്ള വേറൊരു ഡോഗിനെ കാണുന്നില്ലേ? വേറെ ടൈപ്പ്. ആ ഡോഗിനെ നിങ്ങൾക്ക് ആർക്കും അധികം പരിചയമൊന്നും ഉണ്ടാവും തോന്നില്ല. അവൻ ചില്ലറക്കാരനായ ഡോഗല്ല, ചെറിയ മീഡിയം സൈസ് ഡോഗാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഡോഗ് ബ്രീഡായിട്ട് കരുതുന്ന ഡോഗാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നറിയാം? ബോർഡർ കോലി എന്നാണേ. നിങ്ങൾ ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏത് വീഡിയോ? യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇവൻ്റെ ഈ കാണുന്ന ബ്രീഡിൻ്റെ. ഇത് 2-3 ഉണ്ടെങ്കിൽ തന്നെ ഒരു ഷീപ്പിനെയൊക്കെ, ഒരു 100-150 ഷീപ്പുണ്ട്, അതിനെയൊക്കെ കൂട്ടിലേക്ക് കയറ്റാൻ 2-3 ഡോഗ് ഇതുണ്ട്. അതിനെ പരിശീലിപ്പിച്ചെടുക്കുവാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് കൂട്ട് കയറ്റും. അതാണ് ഈ ബ്രീഡ്. ഉണ്ട്, കാണുമ്പോൾ ചില്ലറക്കാരനാണ് കാണുമ്പോൾ, പക്ഷേ ആൾ കുരക്കുകയും ചെയ്യും. കാണാൻ നല്ല ക്യൂട്ടാണ്. പക്ഷേ പശുവായാലും പോത്തായാലും ആടായാലും അതിൻ്റെ മുഖത്തിന് കടിച്ചിട്ട് അവർ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടുകയറ്റും. ഒരു ബെസ്റ്റ് ഹേർഡിങ് ഡോഗിൽ പെടുന്നൊരു ഡോഗാണ് ഈ കാണുന്നത്. ഈ ഷെപ്പേർഡ് ഇനത്തിൽപ്പെടുന്ന ഒരു ഡോഗ് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു ബ്രീഡാണ് ഈ കാണുന്ന ബോർഡർ കോലി എന്ന് പറഞ്ഞ ബ്രീഡ്. ഇവൻ ഇപ്പോൾ നമ്മളെ കണ്ണൂരുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. ഇവൻ ഡോഗ് ഷോയിലൊക്കെ പങ്കെടുത്ത് ടൈറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യൻ ചാമ്പ്യനാണ് ആയി മാറിയതാണ് കേട്ടോ. ഡോഗ് ഷോയിൽ 4 CC കിട്ടുന്ന ഡോഗുകൾക്ക്, അതും വ്യത്യസ്തമായ ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് CC കിട്ടുവാണെങ്കിൽ അവർ ഇന്ത്യൻ ചാമ്പ്യനായി മാറും. ഇവൻ 3 ഷോയിൽ തന്നെ ഇവൻ ഇന്ത്യൻ ചാമ്പ്യനായി മാറിയിട്ടുണ്ട്. ഇവന് കുറേ ബെസ്റ്റ് ഓഫ് ബ്രീഡും ഒക്കെ കിട്ടി. ഗ്രൂപ്പ് തന്നെ സെക്കൻഡ് കിട്ടിയ ഡോഗാണ്. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ തന്നെ ഗ്രൂപ്പ് സെക്കൻഡ് കിട്ടിയ ഡോഗാണ് ഈ കാണുന്നത്. ഇവൻ്റെ പേര് ഹീറോ എന്നാണ്, ഇന്ത്യൻ ചാമ്പ്യൻ. പിന്നെ ഒഫീഷ്യലായിട്ട് ഇവൻ്റെ പേര് മാക്സ് എന്നാണ്. ഇവനെ നമ്മൾ വിളിക്കുന്നത് ഹീറോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ഡോഗാണ്. അതുപോലെ നല്ല അലേർട്ടായിട്ടുള്ള ഡോഗാണ്. എവിടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം പോയി അവിടെ നോക്കും, കുരക്കും, അതൊക്കെ ചെയ്യും. നല്ലൊരു ബ്രീഡ്. ഹസ്കിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ബ്രീഡാണ്. പക്ഷേ ഇവൻ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളരെ വിരളമായിട്ടേ ഉള്ളൂ.